യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒക്കെ പിരിച്ചുവിട്ട് പറയുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ പിരിച്ചുവിട്ട് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഒരു 3 മാസം മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായ ഭിന്നതക്കാരനെ രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെയാണ് ഔദ്യോഗികമായിട്ട് അവരെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട്. ഞങ്ങൾക്ക് ഇതുവരെ രേഖാകാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ഞങ്ങൾ റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ചാനലിലൂടെ അറിഞ്ഞ കാര്യം മാത്രമാണ്. ഞങ്ങളെ നയം ഇവിടെ പൊന്മുണ്ടത്തെ നയം എന്ന് പറഞ്ഞാല് ഈട്ടി ഒരു വർഗീയവാദി എന്നുള്ള നിലപാടിൽ ആര്യാടൻ ഉറച്ചു നിൽക്കുന്നിടത്തോളം അതേ മനോഭാവം തന്നെയാണ് സാധാരണ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കൊക്കെ ഉള്ളത്. അപ്പോൾ ആ നിലപാട് ഈട്ടി ഒരു വർഗീയവാദി എന്ന നിലയിൽ തന്നെ ഒരു വർഗീയവാദിക്ക് കോൺഗ്രസുകാരുടെ പോസ്റ്റ് ഉണ്ടാകില്ല എന്നതാണ് സാധാരണഗതിയിലുള്ള സംഭവം. അപ്പോൾ UDF സംവിധാനത്തിൽ കാര്യമൊന്നുമില്ല എന്നർത്ഥം? അല്ല, UDF സംവിധാനത്തിൽ കാര്യമുണ്ട്. ഞങ്ങൾ പറയുന്നത് UDF സംവിധാനത്തിൽ നിൽക്കുന്ന വ്യക്തി ആര്യാടൻ മുഹമ്മദ് സാർ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു വർഗീയവാദിയാണ്. അത് തിരുത്തപ്പെട്ടുള്ള കാര്യമാണ്. നേതാവ് പറഞ്ഞ കാര്യം ഇതുവരെ തിരുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ വർഗീയവാദി എന്ന ഒരു വ്യക്തിക്ക് കോൺഗ്രസുകാരുടെ വോട്ട് നൽകാൻ കഴിയില്ല. അതിനെതിരെ പ്രചരണ രംഗത്തുണ്ടാവോ? ഞങ്ങള് കൂടിയാലോചിച്ചത് ഇനിയിപ്പോ പുതിയ തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു തീരുമാനം മറ്റുള്ള അഭിപ്രായങ്ങളും ഏകീകരിച്ചതിന് ശേഷം മാത്രമേ തീരുമാനിക്കുള്ളൂ. ഇന്നലെ ഇപ്പം മീറ്റിംഗ് കൂടി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങളുടെ ഭാവി? എത്ര ആളുകൾ രാജ്യപ്പോ ഈ പുറത്താക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ്? കമ്മിറ്റി മൊത്തം പിരിച്ചു വിടല്ലേ? ഈ പുറത്താക്കിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. TV ചാനലിൽ കൂടെ വന്ന ഒരു റിപ്പോർട്ട് മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടുകളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് മണ്ഡലം കമ്മിറ്റി മൊത്തമായിട്ട് പിരിച്ചുവിട്ടു എന്നുള്ളൊരു അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് വ്യക്തമായിട്ടുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ രേഖകളൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും നിങ്ങളുടെ നേതാക്കന്മാരുടെ? അല്ല, ഞങ്ങൾ ആ ഒരു കാര്യം കൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനിക്കുള്ളൂ. ഇലക്ഷന് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. നേതാക്കന്മാര് ബന്ധപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കണം. എന്താണ് ഇപ്പൊ നിങ്ങളുടെ ഒരു? അല്ല, ഈ നേതാക്കന്മാര് ബന്ധപ്പെടാമെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വ്യക്തമായ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം അത് ഒരു തിരുത്തൽ വരാത്തിടത്തോളം കാരണം ഒരു സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വോട്ട് അത് ഒരു വർഗീയവാദിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സാധാരണ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളത് പ്രതികരിക്കുന്നു. അപ്പോൾ ആ കാര്യം ഞങ്ങൾ മുൻകൂട്ടി അതിനെതിരെ ET മുഹമ്മദ് ബഷീർ വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അതിനെതിരെ പ്രസ്താവന ഇറക്കി പ്രമേയം പാസ്സാക്കിയിട്ടുള്ളവരാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ തീരുമാനിച്ചിട്ടുള്ളതും മറ്റുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. ഞങ്ങളുടെ തീരുമാനമായി ഉറച്ചു നിൽക്കുന്നു. ആര്യൻ സാർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വർഗീയവാദി എന്നതിൽ നിന്ന് മാറ്റം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ ആര്യാടൻ തന്നെയാണ് അന്നത്തെ മീറ്റിംഗ് UDFന്റെ കൺവെൻഷനിലും ET മുഹമ്മദ് ബഷീർ ഒറ്റക്കെട്ടായി പോകുമെന്നൊക്കെ പറഞ്ഞതും ഈ ആര്യാടൻ തന്നെ. സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ UDF എന്ന ഒരു സംവിധാനത്തിന്റെ അകത്ത് നിന്ന് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അത് സാധാരണ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് അത് ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഞങ്ങളെപ്പോലെയുള്ള പ്രാദേശികമായിട്ട് മറ്റുള്ള മേഖലകളിലുള്ള പ്രവർത്തകരുടെ ഒരു മനോഭാവം എന്നാണ് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് പൊന്മുണ്ടം പഞ്ചായത്തിലെ മാത്രം പ്രശ്നമാണോ, അതോ അത് ഈ മണ്ഡലം മൊട്ടക്ക് പൊന്നാനി പാർലമെന്റ് മണ്ഡലം മൊട്ടക്ക് ഈ വിഷയങ്ങൾ ഇതിന്റെ ഒരു അലവലി ഉണ്ടാവുമോ? ഇത് പൊന്മുണ്ടം മണ്ഡലം കമ്മിറ്റിയുടെ മാത്രം അഭിപ്രായമല്ല എന്നത് കാര്യം വ്യക്തമാണ്. കാരണം ഇത് സമീപ പ്രദേശങ്ങളിലും പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ മായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രവർത്തകരും നേതാക്കന്മാരും ഞങ്ങൾ പറഞ്ഞ പ്രസ്താവന വളരെ സ്വാഗതാർഹമാണെന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലായത്. കാരണം പല സ്ഥലങ്ങളിലും പ്രവർത്തകർ നമ്മോട് അതുമായി ബന്ധപ്പെട്ട് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. എന്താണ് പിന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്ത് UDF സംവിധാനമുണ്ട്. KPCC പ്രസിഡന്റ് എല്ലാവരും UDFന് വേണ്ടി ഓടി നടക്കുന്ന അങ്ങനെ മലപ്പുറം ജില്ലയിൽ ചെറിയ ഒരു പ്രാദേശികമായുള്ള വിഷയം പരിഹരിക്കുക എന്തുകൊണ്ടാണ് നേതാക്കന്മാർ മുൻകൈ എടുക്കാത്തത്? അത് സിമ്പിളായിട്ട് ജയിച്ചു പോയി ET എന്നും ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് നെവർ മൈൻഡാക്കി വിടുകയാണോ? നിങ്ങൾക്ക് അതിലൊരു അമർഷം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും? നിങ്ങളെ മൈൻഡ് ചെയ്യാത്തൊരു സംവിധാനത്തിൽ വരുന്നില്ലേ? തീർച്ചയായിട്ടും UDF സംവിധാനത്തിൽ ഇവിടെ മുസ്ലിം ലീഗ് ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അടക്കം ഉണ്ടാകുന്നു എന്നുള്ളൊരു ചിന്ത സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ട്. കാരണം കോൺഗ്രസുമായി കൂടി ആലോചിക്കാതെ പല തീരുമാനങ്ങളും എടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അത് പ്രവർത്തകരെ മാനിച്ചുകൊണ്ടല്ല എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? നിങ്ങളുടെ മണ്ഡലം കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മൊത്തത്തിൽ ഒരു അഭിപ്രായം ഏകീകരിച്ചതിന് ശേഷം മാത്രമേ അത് പറയുള്ളൂ. അത് ഞങ്ങൾ പത്രമാധ്യമങ്ങളോട് അറിയിക്കും.
നിങ്ങൾ ബോർഡ് വെച്ചതിൽ ഇപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുകയാണോ? ഈ നിങ്ങളുടെ ഒരു പഴയകാല പ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ നേതാവായിരുന്നു ഈ അബ്ദുറഹിമാൻ. ആ ബോർഡും വെച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങുമോ? പ്രചരണ രംഗത്ത് ഞങ്ങൾ ഇറങ്ങും എന്ന് അതിൽ ഞങ്ങൾ ആ ബോർഡിൽ ഞങ്ങളൊരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൽ പരാമർശിച്ചിട്ടില്ല. അദ്ദേഹം മുൻകാല കോൺഗ്രസിന്റെയും KPCC മെമ്പറുമാണ് എന്നുള്ള വ്യക്തമായ കാര്യമാണ്. അദ്ദേഹം ആ ഒരു വ്യക്തിബന്ധം എന്നുള്ള ലെവലിൽ മാത്രമാണ്, അത് പ്രവർത്തകരുടെ വികാരമാണ് ആ ബോർഡിൽ കണ്ടിട്ടുള്ളത് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അല്ല, ആ രീതിയിലാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങും എന്ന് വേണ്ടേ കരുതാൻ? അത് ഞങ്ങൾ ഇതുവരെ തീരുമാനത്തിലെടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ, ഒരു കൂട്ടമായിട്ടുള്ള തീരുമാനം, അത് മൊത്തത്തിലൊരു തീരുമാനം എടുത്തതിന് ശേഷം ഞങ്ങളത് പിന്നീട് അറിയിക്കും. ബോർഡ് വെച്ചതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. തീർച്ചയായും. അത് എതിരാളികൾ പറയുന്നത് സ്ഥാനാർത്ഥിയുടെ ആളുകളാണ് അല്ലെങ്കിൽ CPM-കാരാണ് ആ ബോർഡ് വെച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു. എന്താണ് മണ്ഡലം കോൺഗ്രസിന്റെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ശരിയല്ല എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് അവിടെ മനസ്സിലാക്കിയത്. അവരെ തന്നെയാണ് അത് മുൻകൈ എടുത്തിരുന്നുള്ളതാണ് ഞാനത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. DCC പ്രസിഡന്റുമായി ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു? DCCയുടെ ഭാരവാഹികളാരും നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല? DCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ വ്യക്തമാക്കാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുടെ അന്തിമ തീരുമാനം എന്നുണ്ടാകും? ഏതായാലും ഇലക്ഷന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഞങ്ങൾ ആ ഒരു തീരുമാനത്തിൽ എത്തി. അത് നിങ്ങളെ പത്രമാധ്യമങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. എത്ര ദിവസമുണ്ട്? ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു 20 ദിവസമുണ്ട്. 10-ാം തീയതി വരെ സമയമുണ്ട്. കോൺഗ്രസിനുള്ളിലെ ഒരു വിഷയം, ചെറിയ മണ്ഡലത്തിലെ ഒരു വിഷയം മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ അതൊരു മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അത് പരിഹരിക്കാൻ നേതാക്കന്മാർ തയ്യാറായില്ലെങ്കിൽ എന്തായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ വികാരം എന്തായിരിക്കും? നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാലാവധി വെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം എങ്ങനെയാണ് ഇനി നേതാക്കന്മാരുമായി ഞങ്ങളുടെ ബന്ധം, അല്ലെങ്കിൽ നേതാക്കന്മാർ ഏത് തരത്തിലാണ് ഇതിൽ ഇടപെടുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ഞങ്ങളുടെ തീരുമാനം. ഇന്നലെ AT മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഇതൊരു ചെറിയ വിഷയമാണ്, കാരണം അത് വലിയൊരു ലോകത്തിലൊരു ചെറിയ ബോർഡ് വെച്ചതൊന്നും ഞങ്ങൾക്ക് വലിയൊരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് AT വളരെ പരിഹാസ്യത്തോടു കൂടിയാണ് അതിനെ കണ്ടത്. അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൊണ്ട് പറഞ്ഞതായിരിക്കാം. ഇലക്ഷൻ കഴിഞ്ഞാലല്ലേ ഇതിന്റെ ഒരു അവസാന വിവരം അല്ലെങ്കിൽ ചിത്രം മനസ്സിലാവുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയുമെന്നാണ് പറഞ്ഞു വരുന്നത്. അതെല്ലാം ഇലക്ഷൻ കഴിയട്ടെ.